നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തെലങ്കാനയിലെ സ്കൂൾ തകർത്ത സംഭവം ബിജെപിക്കും കോൺഗ്രസിനും തിരിച്ചടിയാകുന്നു. തെലങ്കാനയിലെ സെയിന്റ് മദർ തെരേസ സ്കൂൾ ഹനുമാൻ സേന തകർത്ത സംഭവം ബിജെപിക്കും കോൺഗ്രസിനും തെരഞ്ഞെടുപ്പ് സമയത്ത് തിരിച്ചടിയായി. സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. തെലങ്കാന ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. ക്രൈസ്തവ സഭകളും ബിജെപിയും തമ്മിലുള്ള ബന്ധം മോശമായിരിക്കെയാണ് പുതിയ സംഭവം. അക്രമികൾക്കെതിരെ കേസെടുത്തില്ലെങ്കിൽ കോൺഗ്രസും പഴി കേൾക്കും. LDF ഇത് പ്രചാരണ രംഗത്ത് ഉപയോഗിക്കുമെന്ന് ഉറപ്പ്. ഹൈദരാബാദിൽ നിന്ന് 225 കിലോമീറ്റർ അകലെ ലക്ഷേട്ടിപ്പേട്ട എന്ന സ്ഥലത്തുള്ള സ്കൂളാണ് ചൊവ്വാഴ്ച ആക്രമിക്കപ്പെട്ടത്. ഹനുമാൻ ദീക്ഷ സ്വീകരിച്ച കുറെ കുട്ടികൾ ആ വസ്ത്രം ധരിച്ച് സ്കൂളിലെത്തിയതാണ് പ്രശ്നത്തിന്റെ തുടക്കം. യൂണിഫോമിന് മുകളിൽ ആചാരപരമായ വേഷം ധരിക്കുന്നതിന് തടസ്സമില്ലെന്നും അല്ലെങ്കിൽ രക്ഷിതാക്കളെ കൊണ്ട് പറയിക്കണമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. ഹനുമാൻ ദീക്ഷയുടെ വേഷം ധരിക്കാൻ അധികൃതർ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇതിനിടെ പുറത്തു വന്നത് വലിയ പ്രകോപനമായി. വൻ ജനക്കൂട്ടമെത്തി സ്കൂൾ അടിച്ചു തകർക്കുകയും മാനേജർ ഫാദർ ജെയ്മോൻ ജോസഫിനെ ആക്രമിക്കുകയും ജയ് ശ്രീറാം വിളിപ്പിക്കുകയുമായിരുന്നു. കഴുത്തിൽ കാവിഷോളിട്ട് തിലകം ചാർത്തിച്ചു. ക്ഷമ പറഞ്ഞാൽ പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞതനുസരിച്ച് വൈദികനെ പോലീസ് സാന്നിധ്യത്തിൽ മട്ടുപ്പാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്ഷമ പറയിച്ചു. എല്ലാവരും കേൾക്കുന്നതിന് വേണ്ടിയെന്ന് പറഞ്ഞാണ് മുകളിലേക്ക് കൊണ്ടുപോയത്. അക്രമികൾ മദർ തെരേസയുടെ പ്രതിമ തകർക്കുകയും ചെയ്തു. MCBS സന്യാസ സഭയുടെ കോഴിക്കോട് പ്രൊവിഡൻസിന് കീഴിലുള്ളതാണ് ഈ സ്കൂൾ. വ്യാഴാഴ്ച സ്ഥിതി ശാന്തമായെന്നും സ്കൂൾ പതിവ് പോലെ പ്രവർത്തിച്ചുവെന്നും അധികൃതർ അറിയിച്ചു. രക്ഷിതാക്കൾക്ക് പരാതിയില്ലെന്നും കുറച്ചു പേരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും അവർ പറഞ്ഞു.